ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം സ്വന്തമാക്കിയ ഭാര്യയെ നടുറോഡിൽ വെച്ച് പരസ്യമായി കുത്തിക്കൊന്ന സംഭവം ഞെട്ടലോടെയാണ് നമ്മൾ മലയാളികൾ കേട്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30 മണിക്ക് ചേർത്തലയ്ക്ക് സമീപത്തായിരുന്നു സംഭവം നടന്നത്. സംശയരോഗമായിരുന്നു ഈ അരുങ്കൊലയ്ക്ക് കാരണം. മദ്യപാനത്തിനടിമയായ രാജേഷിന് ഭാര്യ അമ്പിളിയിൽ സംശയമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ നിരന്തരം വഴക്കും മർദ്ദനവുമായിരുന്നു. കഴിഞ്ഞ ദിവസവും അമ്പിളിയെയും മക്കളെയും രാജേഷ് മർദ്ദിച്ചിരുന്നു. ചേർത്തല പോലീസ് സ്റ്റേഷനിലാണ് പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ പകയോടെ നടന്ന രാജേഷ് അമ്പിളിയെ വകവരുത്തുകയായിരുന്നു. കേരളത്തിൽ സംശയരോഗം ഇന്ന് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഒട്ടുമിക്ക കുടുംബങ്ങളിലും സംശയം ഒരു മാറാരോഗമായി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും സംശയമാണ്. ചിലർക്ക് ബന്ധുക്കളെയും. ഭാര്യയ്ക്ക് തന്നെ സംശയമാണ്. ജോലി കഴിഞ്ഞ് വന്നാൽ വസ്ത്രങ്ങളെല്ലാം പരിശോധിക്കും, പിന്നെ ശരീരം മണത്തു നോക്കും. തുടർന്ന് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി നിർബന്ധിച്ച് മറ്റു പരിശോധനകൾ. എന്തിനേറെ, അളവ് ഗ്ലാസ്സിൽ ബീജം ശേഖരിച്ച ശേഷം അതിൻ്റെ അളവ് നിത്യവും പരിശോധിക്കുന്ന സ്ത്രീകൾ നമുക്കിടയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. അളവൽപ്പം കുറഞ്ഞാൽ വേറെ ഏതോ സ്ത്രീയുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞ് വഴക്കും തല്ലുമാണ്. കുറച്ചു നാൾ മുമ്പ് ഒരു പ്രമുഖ പ്രസിദ്ധീകരണത്തിൽ ഒരു മാനസിക രോഗ വിദഗ്ധൻ പുറത്തുവിട്ട കോളേജ് അധ്യാപകൻ്റെ അനുഭവക്കുറിപ്പാണിത്. പുറത്തുപോയി വരുന്ന ഭാര്യയുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിൻ്റെ നിറം പരിശോധിക്കുന്ന ഭർത്താവാണ് മറ്റൊരു താരം. കളർ അല്പം ഒന്ന് മങ്ങിയാൽ ഭാര്യയെ മറ്റാരെയോ ചുംബിച്ചു എന്നാണ് അയാൾ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ പോകുന്നു സംശയങ്ങൾ. ഇത് കുടുംബങ്ങളുടെ തകർച്ചയിലേക്കും ചിലപ്പോൾ ജീവനുകൾ നഷ്ടപ്പെടുത്താനും വരെ ഇടയാക്കിയേക്കും. ആൺപെൺ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്ന ഈ രോഗം 30കളിലെ തുടക്കത്തിലാണ് കൂടുതൽ കടുക്കുന്നതെന്നും അവർ പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ രോഗത്തിന് വേഗത കൂടും. സംശയരോഗത്തെ കുറയ്ക്കാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഒഥല്ലോ സിൻഡ്രോം. ഷേക്സ്പിയറുടെ നാടകത്തിലെ പ്രസിദ്ധമായ കഥാപാത്രത്തിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. പങ്കാളി അവിശ്വസ്തനാണെന്ന സ്ഥിരമായ വിശ്വാസവും തോന്നലുമാണ് ഈ മാനസികാവസ്ഥ. ഇതൊരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും ദൈനംദിന പ്രവർത്തനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. തെളിവുകൾ ഒന്നുമില്ലാതെയാണ് ഇവർ പങ്കാളികളെ സംശയിക്കുന്നത്. തനിക്ക് സൗന്ദര്യമില്ല, ബോഡിക്ക് ഷേപ്പില്ല തുടങ്ങി കുറവുകൾ മാത്രമാണുള്ളതെന്നും അതിനാൽ പങ്കാളി ഇഷ്ടപ്പെടുന്നില്ലെന്നും മറ്റുള്ളവരെ തേടിപ്പോകുമെന്നും ഇവർ സ്വയം വിശ്വസിക്കുന്നു. തുടർന്ന് പങ്കാളിയോട് ശക്തമായ അസൂയ ആരംഭിക്കും. അതോടെ പങ്കാളിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ നിരീക്ഷണം മാത്രമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങും. അതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കുടുംബ ബന്ധങ്ങൾ തകരും. ഇത്തരം സാഹചര്യമാണ് കൊലപാതകത്തിലേക്ക് എത്തുന്നതെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ അടിവരയിട്ട് പറയുന്നത്. ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രമാണ് സംശയമെങ്കിലും രോഗം കടുക്കുന്നതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാനും ഇത്തരത്തിലുള്ളവർ മടി കാണിക്കാറില്ലത്രേ. ഒരിക്കൽ സംശയരോഗം പിടിപെട്ടാൽ അത് മാറ്റിയെടുക്കുക വളരെ പ്രയാസമാണ്. പിന്നീട് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ആ കണ്ണിലൂടെ മാത്രമായിരിക്കും. യഥാസമയം ചികിത്സ കിട്ടിയാൽ ഈ അവസ്ഥ മാറ്റിയെടുക്കാം. പക്ഷേ ഇത്തരക്കാർ ചികിത്സയ്ക്ക് തയ്യാറാകില്ലെന്നതാണ് സത്യം. അസുഖം തിരിച്ചറിയാത്തത് തന്നെയാണ് അതിന് കാരണം. പങ്കാളിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് സംശയരോഗത്തിൻ്റെ തുടക്കത്തിലെ ലക്ഷണം. നിയന്ത്രണങ്ങൾ അനുസരിക്കാതിരുന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഈ ഘട്ടത്തിൽ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ വളരെ വേഗം രക്ഷപ്പെടുത്താം. പക്ഷേ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യണം. പങ്കാളികളെ സംശയിച്ച് അവരുടെ ജീവനെടുക്കുന്ന വാർത്തകളാണ് പുറത്തറിയുന്നതിൽ 99%. എന്നാൽ ഇങ്ങനെയല്ലാത്ത സംശയരോഗങ്ങളുമുണ്ട്. തന്നെ ആക്രമിക്കാൻ ചിലർ ആയുധങ്ങളുമായി നടക്കുകയാണെന്നും കൂട്ടുകാരാണ് ഇതിന് പിന്നിലെന്നുമാണ് ഇത്തരക്കാരുടെ വിചാരം. പോലീസുകാരെ പോലും ഇവർക്ക് സംശയമാണ്. ഇത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. പങ്കാളികളെ സംശയിക്കുന്നവരെ പോലെ തന്നെ ഇവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരുടെ പട്ടികയിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റുള്ളവർക്കെല്ലാം സംശയരോഗമാണെന്ന് ധരിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടും. സംശയരോഗം തുടങ്ങിയെന്ന് തോന്നിത്തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. മികച്ചൊരു ഡോക്ടറുടെ സേവനം തന്നെ ഇതിന് തിരഞ്ഞെടുക്കാം. രോഗനിർണയത്തിൽ അല്പം പിഴച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്കിടയാകും. അതിനാലാണ് മികച്ച ഡോക്ടറുടെ സേവനം തേടണമെന്ന് പറയുന്നത്.